പഠിച്ചവനെ നിനക്ക് സ്തുതി. ഇടതടവില്ലാതെ ഈ ശ്വാസം അവസാന നിമിഷം വരെ ഞങ്ങൾക്കും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും നീ ചൊരിഞ്ഞു നൽകണമേ. ഇല്ലാത്തത്രയും രസത്തോടെ ആ ശ്വാസത്തെ കുറച്ചു നേരമൊന്ന് അനുഭവിക്കാം. ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് ആസ്വദിക്കുക. ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ശ്വാസത്തിൻ്റെ രസമെത്തുന്ന അത്രയും ഡീപ്പായിട്ട് ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ആസ്വദിക്കുകയും പുറത്തേക്ക് ഇങ്ങനെ അത്ര തന്നെ രസത്തിൽ ആസ്വദിച്ച് ശ്വാസം എന്നൊരു അനുഗ്രഹത്തെ അനുഭവിക്കുക. ഈ ആയുസ്സിൽ പഠിച്ചോ നമുക്ക് തന്ന മനുഷ്യരിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. 800 കോടി മുഖങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ആ കുറച്ച് മുഖങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക. പോരായ്മകളുള്ള, തെറ്റുകൾ പറ്റാവുന്ന, ദൗർബല്യങ്ങളുള്ള സാധാരണ മനുഷ്യർ, മാലാഖമാരല്ല മനുഷ്യർ, മലക്കുകളല്ല വെറും മനുഷ്യർ. ആ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാര് ഇപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടേത് എന്ന് പറയാവുന്ന ആ 1, 2, 3, 4 മനുഷ്യന്മാര് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കുക. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരോട് നന്ദി പറയാം, താങ്ക് യു എന്ന് പറയാം, നന്ദി എന്ന് പറയാം. നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നതിന് നന്ദി, എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി, എന്നെ മനസ്സിലാക്കിയതിന് നന്ദി, എന്നെ സ്നേഹിച്ചതിന് നന്ദി. നമ്മുടെ മുന്നിലുള്ള ആ മനുഷ്യർ വെറും സാധാരണ മനുഷ്യരാണ്. അവരെ ജീവിതത്തിൽ എന്നും വിടാതെ സൂക്ഷിക്കുമെന്നും അവരുടെ എല്ലാ പോരായ്മകളോടെയും അവരെ സ്നേഹിക്കുമെന്നും മനസ്സിലൊന്ന് ഓർത്ത് പറയാം, മനസ്സിൽ പറയാം. ഞാൻ അവരെ മനസ്സിലാക്കും, ഞാൻ അവരുടെ കൂടെ നിൽക്കും, ഞാൻ അവരെ സ്നേഹിക്കും, അവരുടെ ഒപ്പം ഉണ്ടാവും. അതൊക്കെ സന്തോഷത്തോടെ കണ്ണു തുറക്കാം. ശ്രമിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് ശ്രമിക്കാം. ഇത്രയേറെ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ ഇത്ര കാലം സംസാരിച്ചിട്ടില്ലല്ലോ. സത്യം പറയാൻ ഓരോ ആളുകളാണ് ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇത് കാണാൻ. താങ്ക് യു. സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ സ്പിരിച്വാലിറ്റിയെ പറ്റിയിട്ട് ഒരുപാട് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വേദിയിൽ കാര്യങ്ങളൊന്നും കേട്ടില്ല. അതിനെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറയാം, എ റിലീജിയസ് മാൻ may not be a spiritual man,
ഒരാൾക്ക് മതമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ആത്മീയത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കും, നിസ്കരിക്കുക, നോമ്പെടുക്കുക, അല്ലെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതേസമയം അയാൾ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് വാല്യൂസ് ആണ് ആത്മീയത എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ ശരിക്കും നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അയാളുടെ കുടുംബത്തെ നോക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മനോടും വാപ്പനോടും ശരിക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ, അയാൾ മനുഷ്യന്മാരോട് ശരിക്കും പെരുമാറുന്നില്ലെങ്കിൽ, അയാളുടെ കീശയിലുള്ള പൈസ നല്ലതല്ലെങ്കിൽ, അയാൾ നിസ്കരിക്കുന്ന നോമ്പൊക്കെ ചെയ്യുന്നുണ്ട്, അയാളൊരു മതമുള്ള മനുഷ്യനാണ്, പക്ഷെ അയാളുടെ ഉള്ളിൽ എന്തില്ല? നേരത്തെ പറഞ്ഞ ആത്മീയതയുടെ അളവ് കുറഞ്ഞുപോയി. അതാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ആളുടെ പേരെന്താ? നാഥുറാം വിനായക് ഗോഡ്സെ. കൃത്യമായി അമ്പലത്തിൽ പോകുന്ന മനുഷ്യനായിരുന്നു, ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറുമ്പോ തീവണ്ടിയിലാണ് വരുന്നത്. സന്യാസിമാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആരതി ഒഴിഞ്ഞിരുന്നു. എല്ലാ മതപരമായ ചടങ്ങുകളോടെയുമാണ് അയാൾ ആ വണ്ടിയിലേക്ക് കയറുന്നത്. വണ്ടിയിലേക്ക് കയറിയ മനുഷ്യന്റെ അരയിൽ എന്തുണ്ടായിരുന്നു? ചെറിയൊരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് കൊണ്ട് അദ്ദേഹം വെടിവെച്ച് കൊന്നത് ആരെയാ? അതേപോലെ തന്നെ അമ്പലത്തിൽ പോകുന്ന, ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന വേറൊരു മനുഷ്യനെയാണ്. അപ്പൊ ഒരു മനുഷ്യന് മതമുണ്ട്, മറ്റൊരു മനുഷ്യന് ആത്മീയതയുണ്ട്. എന്നാണ് വ്യത്യാസം. ഗാന്ധിജിക്കും ഗോഡ്സെക്കും ഒരേ മതമാണ്, പക്ഷെ ഒരേ ആത്മീയതയല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോ, നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നിസ്കാരം അത്രയും പ്രധാനമാണ്. പക്ഷേ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ, അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് നിസ്കരിച്ചാൽ മതി. കിടന്നുപോലും ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് നിസ്കരിച്ചാൽ മതി. പോരെ? നോമ്പ് നോൽക്കാൻ, നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പഠിച്ചോണ്ട് എന്താ പറഞ്ഞ? നിങ്ങൾ രോഗിയാ എന്നപ്പോ വേണ്ട, നിങ്ങൾ യാത്രക്കാരനാ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മതി എന്ന് പറയണം. എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇളവുകൾ, റിഡക്ഷൻസ് ആണ്. നിസ്കാരം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഇളവുണ്ട്. നോമ്പ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് ഇളവുണ്ട്. അല്ലേ? കള്ളം പറയുന്നതിന് ഇളവുണ്ടോ? ഉണ്ടോ? ഒരാളെ കുറ്റം പറയുന്നതിന് ഇളവുണ്ടോ? ഒരാളെ പരിഹസിക്കുന്നതിന് ഇളവുണ്ടോ? മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും നിസ്കരിക്കാനുള്ള മനസ്സുകൊണ്ട് നിസ്കരിച്ചാൽ മതി, കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ മതി. അതിന് ഇളവ് കൊടുത്തു. നിസ്കരിക്കണം എന്നുള്ളത് അതിന് ഇളവുകളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇളവുകളുണ്ട്. പക്ഷെ കള്ളം പറയാന്നുള്ളതിന് ഇളവില്ല. അയാൾ മരിക്കുന്ന നിമിഷവും കള്ളം പറയാൻ പറ്റില്ല. മരിക്കാൻ കിടക്കുന്ന ഒരാളും വേറൊരാളെ കുറ്റം പറയാൻ പറ്റില്ല, വേറൊരാളെ പരിഹസിക്കാൻ പാടില്ല. ഇളവില്ല. ഖുർആൻ എടുത്തു നോക്കിയ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നിയമങ്ങളാണ്, ഒന്ന് മൂല്യങ്ങളാണ്, വാല്യൂസ്. ഇത് രണ്ടും വേണം. നിസ്കരിക്കുക, നോമ്പൊലിക്കുകയോ ഒക്കെ ചെയ്യുന്ന പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായാലും പ്രധാനപ്പെട്ട ചർച്ച എന്താണെന്ന് അറിയുമല്ലോ. ഇപ്പോൾ നിങ്ങളൊന്നും ചിലപ്പോൾ അധികം കേൾക്കുന്നുണ്ടാവില്ല. നമ്മുടെ നിസ്കരിക്കുമ്പോൾ കൈ എവിടെ കെട്ടേണ്ടതിനെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. കൈ ഇവിടെ ആണോ കെട്ടേണ്ടത്, അല്ല ഇവിടെയാണോ കെട്ടേണ്ടത് എന്നുള്ളതിനെ ചർച്ച. കൈ കെട്ടുന്നതിനെ കുറിച്ച് ആകെ 3-4 ഹദീസുകൾ. മരം വെക്കുന്നതിനെ കുറിച്ച് 40 ഹദീസ്. മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് 40 ഹദീസ്. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിലുണ്ട് എന്നാണ് റസൂൽ പറഞ്ഞത്. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ, അയാൾ വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരാൾ നരകത്തിലുണ്ട്. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തില്, പൂച്ചയെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരാള് നരകത്തിലും. എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, എന്താണ് മതം എന്ന് പറഞ്ഞാൽ? ഒരാൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ മാത്രമല്ല, ഒരാൾ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ പുലർത്തുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. ഒരാളെ കുറിച്ച് വെറുതെ വേണ്ടാത്ത ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞത് വേറൊരാളെ കുറിച്ച് ഒന്ന് ചെറുതായി കാണാൻ പോലും പാടില്ല. നമ്മൾ അങ്ങനെ ചെയ്യില്ലേ? പറയല്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓനല്ലേ, അങ്ങനെ പറയില്ല. ഓനല്ലേ എന്ന് നമ്മൾ
നമ്മളിങ്ങനെ ചെറുതാക്കി കാണൂലേ, ഓളല്ലേ എന്ന് ചെറുതാക്കി കാണൂലേ, അത് മതി തിന്മയായി. വാല്യൂസ് എന്താ? വാല്യൂസ് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ അയാൾ പുലർത്തുന്ന കുറച്ച് മൂല്യങ്ങളാണ്. മൂല്യങ്ങൾ, ആ മൂല്യങ്ങളില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സത്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജയിക്കാൻ കഴിയില്ല. കഴിയും? ഉള്ളിൽ സത്യമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ജയിക്കാൻ കഴിയില്ല.